ഈ ഡാറ്റ സർക്കാരിന് കിട്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടി തന്നെയാണോ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ സുപ്രീം കോടതിയുടെ KS പുട്ടുസ്വാമി ജഡ്ജ്മെന്റ് ഒക്കെ റൈറ്റ് ടു പ്രൈവസിയുടെ 2 ജഡ്ജ്മെന്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് 7 ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് പറയുന്ന റൈറ്റ് ടു പ്രൈവസി ഒരു മൗലിക അവകാശമാണെന്ന് പറയുമ്പോൾ 5 ബെഞ്ച് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആധാർ പോലത്തെ ഒരു പർപ്പസിനാവുമ്പോൾ ആധാറിന്റെ പർപ്പസുകൾ പിന്നീട് പലതായി മാറുന്നതിനെ ചെറുതായിട്ട് വിമർശിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു പർപ്പസിന് വേണ്ടി സർക്കാർ സംവിധാനത്തിന്റെ എല്ലാ തരത്തിലുള്ള ശക്തിയുമുള്ള ഒരു സംവിധാനം, സർക്കാർ പോലൊരു സംവിധാനം ഒരു പർപ്പസിന് വേണ്ടി ഡാറ്റ എടുത്തത് മറ്റൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ രണ്ടാമത് ഉപയോഗപ്പെടുത്ത പർപ്പസ് അതൊരു യൂസ് ആണോ മിസ്യൂസ് ആണോ എന്നുള്ളതായിരിക്കും കോടതിക്ക് നോക്കേണ്ടി വരിക. തീർച്ചയായിട്ടും നിഷാദ് ചോദിച്ച ചോദ്യം, അതായത് ആരാണ് ഈ മെസ്സേജ് അയക്കുന്നതും അതിലേക്കൊരു ഭാഗമായിരിക്കാം. പക്ഷെ കോടതി നോക്കുന്നത് ഈ സർക്കാരിന് ഈ ഡാറ്റ ഉപയോഗിക്കാൻ യോഗ്യമായ രീതിയിലാണോ ഈ ഡാറ്റ ഉപയോഗിക്കപ്പെടുന്നത്. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന പർപ്പസും അത് ഉപയോഗിക്കുന്ന പർപ്പസും രണ്ടാന്നുള്ളതായിരിക്കും അതിലെ ഒരു വാദം. അതായത് ഇത് അബ്യൂസ് ഓഫ് ഡാറ്റ ആണെന്ന് പറയാനുള്ള വാദം അതായിരിക്കും. മറ്റൊരു തിരിച്ചുള്ള വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഗവൺമെന്റൽ മെഷീനറിയുടെ മെസ്സേജിങ്ങിന് വേണ്ടി മാത്രമാണെന്നായിരിക്കും വാദം. പക്ഷെ ഇതിൽ ഈ യൂസ്, ഈസ് ഇറ്റ് എ യൂസ് ഓർ ആൻ അബ്യൂസ്, ഇത് ഉപയോഗിക്കുന്ന രീതി ഭരണഘടനാ യോഗ്യമാണോ എന്നായിരിക്കും കോടതി ചർച്ച ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരുപാട് വിധിന്യായങ്ങൾ, ഈ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിധിന്യായങ്ങൾ, സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ ഹൈക്കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.